തുടർന്ന് നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പ്രവേശിക്കാൻ. നമ്മളെ പാസ്റ്റർ ചുമാർ ചെറിയാനാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തെ ഈ മെസ്സേജ് പറയാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ മുമ്പിലായിരിക്കുന്ന റവറന്റ് പാസ്റ്റർ ഡോക്ടർ PC ചാണ്ടി, പിന്നെ റവറന്റ് ജെയിംസ് എബ്രഹാം, ഇവരോട് പ്രത്യേകിച്ചുള്ള എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു 2012-13 കാലഘട്ടം മുതൽ എനിക്ക് ഇവർ രണ്ടുപേരും അറിയാം. പാസ്റ്റർ ചാണ്ടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ബൈബിൾ കോളേജിൽ 3 വർഷം, ന്യൂയോർക്കിൽ 3 വർഷത്തോളം അവിടെ ക്ലാസ്സിലിരുന്ന് പഠിക്കുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധത്തിൽ, ആ ഒരു സ്നേഹബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ പാസ്റ്റർ ജെയിംസ് എബ്രഹാം, ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഏതാണ്ട് അടുത്തടുത്ത ബെഞ്ചുകളിൽ ഇരുന്ന് പഠിച്ചതാണ്. അദ്ദേഹം പഠിക്കാൻ ഇച്ചിരി മിടുക്കനായതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ പഠിച്ച് ലോങ് ഐലൻഡിലെ ഒരു ചർച്ചിലെ ഒരു പാസ്റ്ററായി തീരുവാനിടയായി തീർന്നു. ഞാൻ ഇതുപോലെ തന്നെ ഇപ്പൊ കിടക്കുന്നു. എങ്കിലും അദ്ദേഹത്തെ എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ആരെയും എപ്പോഴും സഹായിക്കുന്ന നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഒരുമിച്ച് കുവൈറ്റിലും ജോലി ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ള ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന മറ്റുള്ള എല്ലാവരോടുമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ കുര്യൻ മാത്തനോട് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹം എനിക്ക് വേണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. ദൈവം നിശ്ചയമായിട്ടും അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണ്. അതില് ആ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ എന്നുള്ളതുപോലെ ബഹുജനങ്ങൾക്ക് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഹല്ലേലൂയ. ഇവിടെ ജോസഫിന്റെ ഒരു അനുഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 37 മുതൽ 50-ാം അധ്യായം വരെ ജോസഫിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനിത് ഈ സബ്ജക്ട് എടുക്കാനുള്ള കാരണം, ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിലും അതുപോലെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും യൗവനക്കാരൊക്കെയും തെറ്റായ വിധങ്ങളിൽ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എല്ലാം ഡ്രഗ് അഡിക്ട്സും മറ്റുള്ളതായ എല്ലാ പാപങ്ങളും ചേർന്ന് നടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവരെ വിളിച്ച് നമ്മൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ അവർ പറയും, എന്റെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, ഞാൻ വളരെ വീക്കാണ്, എന്റെ പേരൻസ് എല്ലാം വളരെ മോശമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനും ആയിപ്പോയത് എന്നൊക്കെ അവർ പറയും. എന്നെ തിരുത്താൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവർ പറയാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ തരുണത്തിൽ ഇങ്ങനെയുള്ളവര് ജോസഫിനെ കുറിച്ചൊന്ന് പഠിക്കണം. ജോസഫ് എങ്ങനെയുള്ളവനായിരുന്നു? അവന്റെ പിതാവ് ഒരു ചതിയനായിരുന്നു. അവന്റെ യാക്കോബ് അവന്റെ അപ്പനെയും അമ്മായിയപ്പനെയും എല്ലാം ചതിച്ച ഒരു വ്യക്തിയായിരുന്നു. അവന്റെ അമ്മ റാഹേലാണെങ്കിൽ ഒരു വിഗ്രഹത്തോടുള്ള ഒരു ചിന്ത, ഒരു ആരാധനാ മനോഭാവം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് തന്നെയല്ല, വിഗ്രഹം തന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് മോഷ്ടിക്കുകയും അപ്പനത് അത് കണ്ടുപിടിക്കുമെന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവര് അതിനുപയോഗിച്ചൊരു തന്ത്രപരമായ ഒരു നീക്കവും എല്ലാം വെച്ച് നോക്കുമ്പോൾ അവരും ഹല്ലേലൂയ ജോസഫിനെ സംബന്ധിച്ച് അവരൊരു നല്ല മാതൃകയായിരുന്നില്ല. ജോസഫിന്റെ സഹോദരന്മാരാണെങ്കിൽ ശെഖേമിലെ പ്രഭുക്കന്മാരെയും ഒക്കെ കൊന്ന്, അനേക ആണുങ്ങളെ കൊന്ന് കൊലയാളികളായിരുന്നു. അതുപോലെ ജോസഫിന്റെ ഒരേ ഒരു സഹോദരി അതും തെറ്റായ രീതിയിൽ പോകുവാനും ഇടയായി തീർന്നു. അത്തരം സാഹചര്യത്തിൽ നിന്ന് വന്ന ജോസഫ് ഹല്ലേലൂയ എങ്ങനെയാണ് ദൈവത്തിന് പ്രിയനായി തീരുവാൻ ഇടയായി തീർന്നത്? ഒന്നാമതായുള്ള കാരണം ഞാൻ വിചാരിക്കുന്നത്, യോസഫ് തന്റെ പിതാവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്റെ പിതാവിനെ അനുസരിക്കുമായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെയും പിതാവ് പറഞ്ഞാൽ അവർ അനുസരിക്കുകയില്ല. കാരണം അവര് നോക്കുന്നത്, എനിക്ക് അവരെക്കാൾ വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തിനാണ് എന്റെ മാതാവിനെ പിതാവിനെ അനുസരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്നവരാ. എന്നാൽ യോസഫിനെ നോക്ക്, യോസഫിനോട് അവന് 17 വയസ്സ് പ്രായമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ആ യോസഫിനോട് തന്റെ പിതാവ് പറഞ്ഞു, നീ ശെഖേമിൽ പോയി നിന്റെ സഹോദരന്മാർക്ക് സൗഖ്യമായിരിക്കുന്നുവോ, എന്റെ ആടുകളെല്ലാം സൗഖ്യമായിരിക്കുന്നു എന്ന് പോയി നോക്കി വരുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. യോസഫ് പോകാമെന്ന് പറഞ്ഞു. യോസഫ് പോവുകയും ചെയ്തു. എന്നാൽ യോസഫിന് പോകാതെ
പോകാതിരിക്കാനുള്ള പല കാരണങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ചെറിയ പയ്യനല്ലേ, 17 വയസ്സല്ലേ എനിക്കുള്ളൂ. അത് തന്നെയല്ല, ഷെക്കേമിലെ പ്രഭുക്കന്മാരെയൊക്കെ എന്റെ സഹോദരന്മാർ കൊന്നിട്ട് എത്ര നാളായി. അവര് എന്നെ കണ്ടു കഴിഞ്ഞാല് അവരെന്നെയും കൊല്ലുകയില്ലേ എന്നൊക്കെ യോസഫിന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ യോസഫ് അതൊന്നും പറഞ്ഞില്ല. യോസഫ് ഷെക്കേമിലേക്ക് ആടുകളെ അന്വേഷിച്ച്, സഹോദരന്മാരെ അന്വേഷിച്ച് പോകുവാനിടയായി തീർന്നു. ഷെക്കേമിൽ ചെന്നപ്പോ സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. യോസഫിന് വേണേൽ തിരിച്ചു പോകാമായിരുന്നു. ഞാൻ അവിടെ പോയി അപ്പ, പക്ഷെ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാമായിരുന്നു. യോസഫ് പക്ഷെ തിരിച്ചു പോയില്ല. കാരണം യോസഫിന് അറിയാം തന്റെ അപ്പൻ തന്റെ സഹോദരന്മാരെ കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും കണ്ട് പിടിച്ച് അവരുടെ വിവരം അറിഞ്ഞ് അപ്പന്റെ അടുത്ത് പോകണമെന്ന് അവനൊരു ആഗ്രഹം തോന്നി. അവൻ അതുകൊണ്ട് അവിടെയുള്ള പരിസരവാസികളോടൊക്കെ അന്വേഷിച്ചു, ഇവിടെ ആട് വെച്ചുകൊണ്ടിരുന്നവരെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, വരുവിൻ നമുക്ക് ദോഥാനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവര് ഇവിടുന്ന് പോകുന്നതായി അവരിങ്ങനെ പറയുന്ന കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ യോസഫ് വീണ്ടും ദോഥാൻ വരെ അവരെ അന്വേഷിച്ചു പോകുവാനിടയായി തീർന്നു. അങ്ങനെ യോസഫ് തന്റെ അപ്പനെ അനുസരിച്ച് ദോത്താനിൽ ചെന്നതുകൊണ്ട് യോസഫിന് അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുവാനിടയായി തീർന്നു. യോസഫിനായി അവിടെ ഒരു പൊട്ടക്കുഴി ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഹാലലുയ. സാധാരണ മരുഭൂമിയിലൊക്കെ ആട്ടിടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോ ആടുകൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഓരോ കുഴിക്കുക പതിവാണ്. ഹാലലുയ. അങ്ങനെ ആ കുഴിയില് അത് വേനൽ സമയമായിരിക്കണം, അതുകൊണ്ട് അന്ന് ആ കുഴിയിൽ വെള്ളമുണ്ടായിരുന്നില്ല. യോസഫിനെ ഈ സഹോദരന്മാര് ആ പൊട്ടക്കുഴിയിൽ എടുത്തിടുവാൻ ഇടയായി തീർന്നു. യോസഫ് ആ പൊട്ടക്കുഴിയിൽ കിടന്നുകൊണ്ട് യോസഫിന് അതിനു മുമ്പ് ദൈവത്തിന്റെ ദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളിലൊക്കെ പറയുന്ന, യോസഫെ നിന്നെ ഞാൻ വലിയവനാക്കും, ആകാശത്തിലെ 12 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും നിന്നെ നമസ്കരിക്കും എന്നുള്ള രീതിയിലൊക്കെ യോസഫിന് വലിയ രീതിയിലുള്ള വാഗ്ദത്തം ദൈവം കൊടുത്തിരുന്നു. എന്നാൽ യോസഫ് ഇപ്പൊ അനുഭവിക്കുന്ന എവിടെയാ? പൊട്ടക്കിണറിൽ കിടക്കുകയാണ്. ഇനി അവിടുന്ന് ആ പൊട്ടക്കിണർ, അതിന്റെ പൊക്കത്തിൽ ഒരു കല്ലും വെച്ച് അവര് ഉരുട്ടി അത് അടച്ചും കാണും. ഹല്ലേലൂയ. ഇനി ആ പൊട്ടക്കിണറിൽ നിന്ന് എങ്ങനെയാണ് യോസഫിനെ രക്ഷപ്പെടാൻ കഴിയുന്നത്? അവന്റെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയില് അവനായിരുന്നപ്പോഴും അവൻ ആ ദൈവത്തോടുള്ള തന്റെ വിശ്വാസം അവൻ മുറുകെ പിടിക്കുവാനിടയായി തീർന്നു. അങ്ങനെ യോസഫ് വീണ്ടും അവിടുന്ന് വിടുവിക്കപ്പെട്ട് ഇസ്മായിലെ കച്ചവടക്കാർക്ക് സഹോദരന്മാർ അവനെ വിൽക്കുകയും യോസഫ് വീണ്ടും പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. അവിടെയും അവന് പരീക്ഷകൾ വരുവാനിടയായി തീർന്നു. പരീക്ഷകൾ വന്ന് വീണ്ടും കാരാഗൃഹത്തിൽ കിടക്കുവാനിടയായി തീർന്നു. അവൻ വേണമെങ്കിൽ ഇപ്രകാരം ചിന്തിക്കാമാണ്, ദൈവമേ, ഞാൻ നിന്റെ വാക്കുകളെ കേട്ട് ഒരു പാപവും ചെയ്യാതെ ഒരു ദോഷവും ചെയ്യാതെ ഞാൻ ആയിരുന്നിട്ട് എനിക്ക് ഈ മാതിരിയുള്ള കഷ്ടതകൾ എന്തിനു വന്നു ദൈവമേ എന്ന് യോസഫിന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ യോസഫിന് ദൈവത്താൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വിശ്വാസത്താല് യോസഫ് മുറുകെ പിടിച്ച് നിന്നതുകൊണ്ട് യോസഫിന് വീണ്ടും ആ കുഴിയിൽ നിന്ന് യോസഫിനെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഹാലേലുയ. പലപ്പോഴും പൊട്ടക്കിണറിന്റെ അവസ്ഥയിലൂടെ പോകുമ്പോ നമ്മളൊക്കെ പെറുപിറുക്കാറുണ്ട്. എന്നാൽ നമ്മൾ പെറുപിറുക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിവർത്തിക്കുവാൻ ഇടയായി തീരും. ഹാലേലുയ. ഡിലേ ആർ നോട്ട് ഡിനൈൽസ്. താമസം വന്നു എന്ന് വിചാരിച്ച് ദൈവം അതിനെ നിരസിക്കുകയല്ല. പക്ഷെ ദൈവം അത് കാണുന്നുണ്ട്. പൊട്ടക്കുഴിയിൽ കിടക്കുമ്പോഴും കൊട്ടാരത്തിലായിരിക്കുമ്പോഴും ദൈവം നിന്നെ കാണുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. അപ്പൊ ഈ യോസഫിന്റെ ഈ കഥ നമ്മൾ കേട്ട് കഴിയുമ്പോ ഇന്ന് നാട്ടിൽ നടക്കുന്ന ഈ ചെറുപ്പക്കാരുടെ യൗവനക്കാരുടെ ഒക്കെയും ഈ ചീത്തതായ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തുവാൻ യോസഫിനെ ഒരു അനുഭവ പാത്രമാക്കി യോസഫിനെ കുറിച്ച് അവർ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നാൽ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹാലേലുയ. ദൈവത്തെ സംബന്ധിച്ച് സങ്കീർത്തനം 113:7-8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും പ്രഭുക്കന്മാരുടെ കൂടെ അവരുടെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ തന്നെ ഇരുത്തുകയും ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് അത് ചെയ്യുവാൻ, അതിനപ്പുറം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. യോസഫിനെ ആ പൊട്ടക്കുഴിയിൽ നിന്ന് ഉയർത്തി രാജാവിന്റെ കൊട്ടാരത്തിൽ 2ാമനായി ആക്കുവാൻ കഴിഞ്ഞു എങ്കിൽ ആളിൽ പൊട്ടക്കുഴിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ദൈവം ഉയർത്തുകയും അതേ സ്ഥാനത്താക്കുകയും ചെയ്യുവാൻ
ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ 1 മണിക്കൂർ അതിൽ കൂടുതൽ പറഞ്ഞാലും തീരുകയില്ല. എന്നാലും ഹല്ലേലൂയ, ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പൊട്ടക്കുഴിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര്, എന്താ ഈ പൊട്ടക്കുഴി? ഹല്ലേലൂയ. ഒരുപക്ഷെ അത് നമ്മളുടേതായ സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കും. പൊട്ടക്കുഴി ഒരുപക്ഷെ നമ്മുടെ രോഗങ്ങളായിരിക്കും. പൊട്ടക്കുഴി ഒരുപക്ഷെ നമ്മുടെ തലമുറയായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നാം വ്യാകുലപ്പെടുവാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നല്ലോ, എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ പൊട്ടക്കുഴിയിലൂടെ കടന്നു പോകുന്നത് എന്ന് നീ എന്നെ ഓർക്കുന്നില്ലേ? ഹല്ലേലൂയ എന്ന് നാം ചിന്തിച്ചു പോകും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ പൊട്ടക്കുഴി എന്താണ്? നമ്മുടെ പൊട്ടക്കുഴി ഏത് തന്നെ ആയാലും, ഏത് ദുഃഖമാണെങ്കിലും ദൈവം നിന്നെ കാണുന്നുണ്ട്. ഈ പൊട്ടക്കുഴിയിൽ കിടക്കുമ്പോൾ സമുദ്രത്തിന്റെ അടിയിൽ നീ കിടന്നാലും നിന്നെ അവൻ കാണുന്നുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പൊ പൊട്ടക്കുഴിയിൽ കിടക്കുമ്പോഴും നാം ചെയ്യേണ്ടത് എന്തുവാണ്? നാം യോസേഫിനെ പോലെ വിശ്വാസത്തോടെ, ദൈവത്തിലുള്ള വിശ്വാസത്തോടെ നാം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടാൽ ഹല്ലേലൂയ, ദൈവം നമ്മൾ ഓരോരുത്തരും വിടുവിക്കുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.